നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന. സ്വാഗതം. ശനിയാഴ്ച രാത്രിയുണ്ടായ ചെറിയ തീപിടുത്തത്തെ തുടർന്ന് ദുബായ് വിമാനത്താവളത്തിലെ ടെർമിനൽ 2-ൽ ചെക്ക് ഇൻ നടപടികൾ താൽക്കാലികമായി മുടങ്ങി. രാത്രി 10:15 എക്സ് അക്കൗണ്ട് വഴിയാണ് തീപിടുത്തം സംബന്ധിച്ച് അധികൃതർ വിവരം പുറത്തുവിട്ടത്. എന്നാൽ 40 മിനിറ്റിനു ശേഷം ചെക്ക് ഇൻ പുനരാരംഭിച്ചതായും പ്രവർത്തനം സാധാരണ നിലയിലായതായും അധികൃതർ അറിയിച്ചു. തീപിടുത്തം അതിവേഗം എയർപോർട്ട്സ് അധികൃതർ നിമിഷ നേരം കൊണ്ട് നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ഖേദിക്കുന്നതും സാഹചര്യം സാധാരണ നിലയിലാക്കാൻ പങ്കാളികളുമായി ചേർന്ന് പ്രവർത്തിച്ചു വരുന്നതായും ആദ്യ അറിയിപ്പിൽ അധികൃതർ പറഞ്ഞു. എന്നാൽ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ല. ഏകദേശം 20 വർഷത്തിനുള്ളിൽ ചൊവ്വയിൽ 10 ലക്ഷം മനുഷ്യരെ പാർപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക് ആരംഭിച്ച ദൗത്യം വിജയിപ്പിക്കാനുള്ള പരിശ്രമത്തിന് ആക്കം കൂട്ടിയെന്ന് റിപ്പോർട്ട്. യാഥാർത്ഥ്യമാകാൻ വളരെ സാധ്യത കുറഞ്ഞ സ്വപ്നമാണെങ്കിലും അത്തരം ഒന്ന് ചിന്തിച്ചെടുക്കാൻ സാധിക്കുന്ന ചുരുക്കം ചില മനുഷ്യരിൽ ഒരാളാണ് വിചിത്ര സ്വപ്നങ്ങളുടെ തമ്പുരാനായ മസ്ക്. ഭൂമിക്ക് വല്ലതും സംഭവിച്ചാൽ മനുഷ്യരാശിക്ക് എന്ത് സംഭവിക്കും എന്നതാണിപ്പോൾ $270 ബില്യൺ ആസ്തിയുള്ള കോടീശ്വരനായ അലട്ടുന്ന പ്രശ്നങ്ങളിലൊന്ന്. ചൊവ്വാവാസത്തിനുള്ള ശ്രമം ത്വരിതപ്പെടുത്താനുള്ള കാരണങ്ങളിലൊന്ന് മസ്കിന് 53 വയസ്സായി എന്നതാണെന്ന് ചിലർ നിരീക്ഷിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ സ്വപ്നം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് പൂവണിയാനുള്ള സാധ്യത പല വിദഗ്ധരും തള്ളിക്കളയുന്നു. ആരൊക്കെ എന്തൊക്കെ തള്ളിയാലും മസ്ക് തന്റെ ഉദ്യമത്തിൽ മുന്നോട്ട് തന്നെയാണ്. സിസ്റ്റത്തിൽ തകരാർ, ഉപഭോക്താക്കൾക്ക് ലേറ്റ് പേയ്മെന്റും മറ്റ് നിരക്കുകളും ഒഴിവാക്കുമെന്ന് ദുബായ് ഇസ്ലാമിക് ബാങ്ക്. സിസ്റ്റം അപ്ഗ്രേഡ് മൂലം എന്തെങ്കിലും പ്രശ്നം നേരിട്ട ഉപഭോക്താക്കളിൽ നിന്ന് ലേറ്റ് പേയ്മെന്റോ ഫീസോ സിസ്റ്റം പിശകുകൾ മൂലമുണ്ടാകുന്ന മറ്റു ചാർജുകളോ ഈടാക്കുന്നില്ലെന്ന് ദുബായ് ഇസ്ലാമിക് ബാങ്ക് ഇന്നലെ ജൂലൈ 20 ശനിയാഴ്ച അറിയിച്ചു. പ്രശ്നം നേരിട്ട ഉപഭോക്താക്കൾക്ക് അടുത്ത കുറച്ച് ദിവസങ്ങളിൽ വാല റിവാർഡുകൾ ഉപയോഗിച്ച് നഷ്ടപരിഹാരം നൽകും. ഞങ്ങളുടെ കോർ ബാങ്കിംഗ് സംവിധാനങ്ങളെ പരിവർത്തനം ചെയ്യുന്നതിനായി കഴിഞ്ഞ 1 മാസമായി പ്രവർത്തിച്ചതിനു ശേഷം ഞങ്ങളുടെ ബാങ്കിംഗ് പ്ലാറ്റ്ഫോം കൂടുതൽ സുരക്ഷിതവും വിശ്വസനീയവുമായ ക്ലൗഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് ഞങ്ങൾ അടുത്തിടെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ദുബായ് ഇസ്ലാമിക് ബാങ്ക് അറിയിച്ചു. വിമാനയാത്രക്കാർക്ക് അവരുടെ യാത്രയ്ക്ക് മുമ്പ് തന്നെ സ്മാർട്ട് ഗേറ്റ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള സേവന സൗകര്യം GDRFA ദുബായ് അവതരിപ്പിച്ചു. എൻക്വയറി ഫോർ സ്മാർട്ട് ഗേറ്റ് രജിസ്ട്രേഷൻ എന്ന പേരുള്ള ഈ സേവനം GDRFA വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ സേവനം ഉപയോഗിച്ച് യാത്രക്കാർക്ക് അവരുടെ സ്മാർട്ട് ഗേറ്റ് രജിസ്ട്രേഷൻ സ്റ്റേറ്റസ് എളുപ്പത്തിൽ പരിശോധിക്കാനും അവർക്ക് സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിക്കാൻ യോഗ്യതയുണ്ട് എന്ന് ഉറപ്പാക്കാനും കഴിയും. ഈ സേവനം പൂർണ്ണമായും സൗജന്യമാണ്. 2023 വർഷത്തിൽ 21 മില്യണിലധികം യാത്രക്കാർ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ സ്മാർട്ട് ഗേറ്റ് ഉപയോഗിച്ചു. വിമാനത്താവളത്തിലെ പാസ്പോർട്ട് കൗണ്ടറുകളുടെ മുന്നിലുണ്ടാകുന്ന നീണ്ട ക്യൂവിൽ കാത്തു നിൽക്കാതെ സഞ്ചാരികൾക്ക് നിമിഷ നേരം കൊണ്ട് സ്വയം തന്നെ യാത്രാ നടപടികൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ഇവ നടപടികൾ വേഗത്തിലാക്കി. വിവിധ മേഖലകളിലെ തുടർച്ചയായ വികസനവും നവീകരണവുമാണ് ദുബായിയുടെ ആഗോള ട്രാവൽ ഡെസ്റ്റിനേഷൻ എന്ന സ്ഥാനം ശക്തിപ്പെടുത്തുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദുബായിലേക്ക് വരുന്ന യാത്രക്കാർക്ക് വിശിഷ്ടവും നൂതനവുമായ യാത്രാനുഭവങ്ങൾ നൽകുന്നതിനുള്ള റെസിഡൻസി ദുബായിയുടെ പ്രതിബദ്ധതയാണ് യാത്രക്കാരുടെ നടപടികൾ കൂടുതൽ വേഗത്തിലും ലളിതവും സുഖവും ആക്കുമെന്ന് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി പറഞ്ഞു. ആഡംബര നൗകയ്ക്ക് നടൻ ആസിഫ് അലിയുടെ പേര് നൽകി ദുബായ് മറീനയിലെ വാട്ടർ ടൂറിസം കമ്പനി D3 നൗകയിൽ ആസിഫ് അലിയുടെ പേര് പതിപ്പിച്ചു. രജിസ്ട്രേഷൻ ലൈസൻസിനും പേര് മാറ്റും. സംഗീത സംവിധായകൻ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട വിവാദം ആസിഫ് അലി കൈകാര്യം ചെയ്ത രീതിയോടുള്ള ആദരവും പിന്തുണയും അറിയിച്ചാണ് ഈ പെരുമാറ്റം. പല നിലയിൽ വഷളാകുമായിരുന്ന വിഷയം പക്വതയോടെ കൈകാര്യം ചെയ്ത ആസിഫ് അലി എല്ലാവർക്കും മാതൃകയാണെന്ന് D3 ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷെഫീഖ് മുഹമ്മദ് അലി പറഞ്ഞു. വർഗീയ വിദ്വേഷം വരെ അഴിച്ചുവിടാൻ ചിലർ ശ്രമിച്ചു. അത്തരം നീക്കങ്ങളെ ചിരിയോടെ നേരിട്ട ആസിഫ് അലി നിർണായക ഘട്ടത്തിൽ മനുഷ്യർ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും കാണിച്ചു തന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംരംഭകർ പത്തനംതിട്ട സ്വദേശികളായതിനാൽ ജില്ലയുടെ വാഹന രജിസ്ട്രേഷനിലെ 3 ഉൾപ്പെടുത്തിയാണ് കമ്പനിക്ക് D3 എന്ന പേര് നൽകിയത്. MT വാസുദേവൻ നായരുടെ 9 കഥകളെ ആസ്പദമാക്കി മനോരഥങ്ങൾ എന്ന ആന്തോളജി സിനിമയുടെ പ്രമോഷണൽ ചടങ്ങിലായിരുന്നു വിവാദ സംഭവം. ട്രെയിലർ ലോഞ്ചിൽ മനോരഥങ്ങൾ എന്ന സിനിമയുടെ പ്രവർത്തകരെ ആദരിച്ചിരുന്നു. സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിൽ പണ്ഡിറ്റ് രമേശ് നാരായണനായിരുന്നു സംഗീതം നൽകിയത്. വിദേശ വിദ്യാർത്ഥികൾക്ക് ദീർഘകാല താമസത്തിനുള്ള വീസകൾ അനുവദിക്കുന്നതിൽ പരിധി ഏർപ്പെടുത്തി കാനഡ. രാജ്യത്തെ ജനസംഖ്യയിലെ വർധനയെ തുടർന്ന് കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനായാണ് ഈ നീക്കം. പഠന വിസ കാനഡയിൽ ദീർഘകാല താമസത്തിനുള്ള ഒരു വാദനമില്ലെന്നാണ് കനേഡിയൻ ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ പറയുന്നത്. വിദേശ വിദ്യാർത്ഥികൾ പഠനത്തിന് ശേഷം സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു.
ഇത്തരം നടപടികളെ തുടർന്ന് കനേഡിയൻ വിസ തേടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തി. നിലവിൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ സർക്കാർ ജീവിത ചെലവിലെ വർധനവ്, താമസം, ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് എന്നിവ സംബന്ധിച്ച് വലിയ സമ്മർദ്ദം നേരിടുന്നുണ്ട്. ഈ പ്രതിസന്ധികളെ നേരിടുന്നതിന്റെ ഭാഗമായി വിദേശ വിദ്യാർത്ഥികളുടെ വിസകളുടെ എണ്ണത്തിൽ ഇതിനകം തന്നെ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 4,37,000 വിസകൾ നൽകിയിരുന്ന സ്ഥാനത്ത് ഈ വർഷം 3 ലക്ഷം വിസകൾ മാത്രം നൽകാനാണ് പദ്ധതി. അബുദാബി ഇൻകാസ് സ്റ്റേറ്റ് കമ്മിറ്റിയും മലയാളി സമാജവും സംയുക്തമായി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം അഥവാ സ്നേഹസ്പർശം വ്യത്യസ്തതകൾ കൊണ്ടും ജനബാഹുല്യം കൊണ്ടും ശ്രദ്ധേയമായി. ഇൻകാസ് അബുദാബി പ്രസിഡന്റും നിയുക്ത സെൻട്രൽ വർക്കിംഗ് പ്രസിഡന്റുമായ ബി യേശുശീലൻ അധ്യക്ഷനായ ചടങ്ങ് സമാജം പ്രസിഡന്റ് റഫീഖ് കൈനിയിൽ ഉദ്ഘാടനം ചെയ്തു. നിയുക്ത ഇൻകാസ് അബുദാബി പ്രസിഡന്റ് AM അൻസാർ സ്വാഗതവും ഗ്ലോബൽ കമ്മിറ്റി മെമ്പർ NP മുഹമ്മദ് അലി അനുസ്മരണ പ്രഭാഷണവും നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റും KGTA തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ HA നൌഷാദ് സംസാരിച്ചു. CM അബ്ദുൽ ഹലീം നന്ദി പറഞ്ഞു. മഞ്ജു സുധീർ, യാസർ, ജോയ്സ് പൂന്തല എന്നിവരുടെ സർവമത പ്രാർത്ഥനയോടെ തുടങ്ങിയ ചടങ്ങിൽ ഉമ്മൻചാണ്ടി സ്മൃതികൾ നിറഞ്ഞു നിന്നു. സമാനതകളില്ലാത്ത രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അധികാരം ജനസേവനത്തിന് മാത്രമായിരിക്കണമെന്ന് സ്വജീവിതം കൊണ്ട് മാതൃക കാട്ടിയ വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹമെന്ന് യോഗം വിലയിരുത്തി. ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെ സമർപ്പിച്ച ചടങ്ങിൽ 300-ലധികം തൊഴിലാളികൾക്ക് ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും അടങ്ങിയ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനവും നടന്നു. ഇൻകാസ് ഭാരവാഹികളായ ദശപുത്രൻ, അഹമ്മദ് വെട്ടൂർ, അനുഭ ബാനർജി, ഷാജി കുമാർ, അനിൽ ബാലകൃഷ്ണൻ, രാജേഷ് മഠത്തിൽ, ബാജു, അബ്ദുൽ സലാം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വിമാനയാത്രാ നിരക്ക് വർധന. KMCC ഡയസ്പോറ സമിതി ഓഗസ്റ്റ് 8-ന് ഡൽഹിയിൽ സീസൺ സമയത്തെ അനിയന്ത്രിത വിമാനയാത്രക്കൂലി വർധനവിന് പരിഹാരം തേടി പ്രവാസി സംഘടനകൾ ഡൽഹിയിലേക്ക്. അബുദാബി KMCCയുടെ നേതൃത്വത്തിൽ വിവിധ പ്രവാസിയുടെ ആഭിമുഖ്യത്തിലാണ് ഡയസ്പോറ സമിറ്റ് ഇൻ ഡൽഹി എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 8-ന് ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലബ് ഹാളിൽ നടക്കുന്ന സമ്മിറ്റിൽ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ ജനപ്രതിനിധികളും പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാരും പങ്കെടുക്കാൻ ശ്രമിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. അബുദാബി KMCC, ഡൽഹി KMCCയുടെയും സഹകരണത്തോടെ അബുദാബിയിലെ 30ഓളം പ്രവാസി സംഘടനകളുടെ കൂട്ടായ്മയിലാണ് സമ്മിറ്റ് ഒരുക്കുന്നത്. സീസൺ കാലത്ത് ഗൾഫിലേക്കും തിരിച്ചുമുള്ള വിമാനയാത്ര കൂലി ക്രമാതീതമായി ഉയർത്തി പ്രവാസികളെ കൊള്ളയടിക്കുന്ന രീതിയിലാണ് വിമാന കമ്പനികൾ കാലങ്ങളായി പ്രവർത്തിക്കുന്നത്. കോഴിക്കോട് നിന്ന് UAE-ലേക്ക് ഇന്ന് പുലർച്ചെ പുറപ്പെടേണ്ടിയിരുന്ന 2 ഫ്ലൈറ്റുകൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കി. പുലർച്ചെ 4:10-ന് പുറപ്പെടേണ്ട കോഴിക്കോട് ഷാർജ ഫ്ലൈറ്റും പുലർച്ചെ 5:33-ന് പുറപ്പെടേണ്ട കോഴിക്കോട് അബുദാബി എയർ അറേബ്യ ഫ്ലൈറ്റുകളുമാണ് റദ്ദാക്കിയത്. പുലർച്ചെ പുറപ്പെടേണ്ട ഫ്ലൈറ്റുകൾ റദ്ദാക്കിയ വിവരം എയർ അറേബ്യ യാത്രക്കാരെ അറിയിക്കുന്നത് രാവിലെ 9:30-നാണ്. വിമാനം റദ്ദാക്കുന്നതിന്റെ കൃത്യമായ കാരണങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. യാത്രക്കാർ ബഹളം വെച്ചപ്പോൾ ക്യാപ്റ്റന്റെ അസൗകര്യമാണ് കാരണമെന്നാണ് അറിയിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.